സദൃശവാക്യങ്ങൾ 10, 1-20 വരെ. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവർ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്ത് കൊണ്ടാകുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടു, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ജ്ഞാനഹൃദ്യൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവാനായ ഭോഷനോ വീണുപോകും. നേരായി നടക്കുന്നവർ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്ന് ശാസിക്കുന്നവനോ സമാധാനമുണ്ടാകുന്നു. നീതിമാന്റെ വാ ജീവന്റെ ഉറവയാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ അധരങ്ങൾ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുക്കിനോ വിടകൊള്ളും. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ധനവാന്റെ സമ്പത്ത് അവന് ഉറപ്പുള്ളൊരു പട്ടണം, എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു, ശാസന ത്യജിക്കുന്നവനോ ഊഴ്ന്നു നടക്കുന്നു. പക മറച്ചു വയ്ക്കുന്നവൻ ഒളിവായാൻ, ഏഷ്ണി പറയുന്നവൻ ഭോഷൻ. വാക്കു പെരുകയാൽ ലംഘനം ഇല്ലാതിരിക്കയില്ല, അധരങ്ങൾ അടക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാൻ നാവ് മെത്താരായി വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം.